कौन है तुम्हारा उस्ताद? कौन है वो? कौन है उस्ताद? मैं हूं उस्ताद। मैं हूं उस्ताद। എവിടെയാ സുലൈമാൻ? എടാ തൊലിയാർ മണിയൻ ഗോപാല, നിന്റെ തന്ത തള്ളയെ കെട്ടിയപ്പം മേടിച്ച പ്രൊട്ടക്ഷൻ മണിയുടെ വീതം ചോദിച്ചു വന്നതല്ല ഞാൻ. യൂസഫ് ഷാ അസോസിയേറ്റ്സ് എന്റെ കൂടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ്. റെക്കോർഡുകളിൽ എന്റെ പേരില്ലായിരിക്കും, ഉണ്ടാവില്ല. പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാവും. പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ, ആദാമിന്റെ മകൻ അബൂന്ന്? ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ അത് ഞാനാണ്. നിനക്ക് ആ പീസ് ഇവിടെ തുറന്നുകൊണ്ട് പോണെങ്കിൽ അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാ പയ്യന്മാര് പോരാ, നാട്ടീന്ന് ചാവക്കാട്ടുന്നോ പറവൂരുന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടു നിർത്ത്. ഇവിടെ ഉള്ളൊരുത്തനെ നമ്പാൻ കൊള്ളില്ല. പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയി പറഞ്ഞ തിരിഞ്ഞവനും നോക്കില്ല. അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. എവിടെടാ പണം? വെള്ളം ഒരുപാട് അകത്തി എന്നാ താഴില്ല സ്വാമി, പൊന്തിക്കിടക്കും. ബോസിന് പഠിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ സ്വാമി? എനിക്ക് ഗുരുദക്ഷിണയൊന്നും തരണ്ട, പഠിച്ച് മിടുക്കനായാ മതി. ആ തൊഴി സ്വാമി, തൊഴി. യൂസഫിനെ കാണുന്നുണ്ടോ? എന്തിനെ? കണ്ടാൽ എന്റെ കൺട്രോൾ തെറ്റും. അവനാ സുലൈമാന്റെ കൂടെ നിന്ന് കളിച്ചതാ. അറിയാഞ്ഞിട്ടില്ല, വേണ്ട. അവന്റെ വാപ്പ
ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. അതിന്റെ പേരിൽ ഇവന് മാപ്പ്. ശരി. യെസ്, ടെൽ മീ. യാ, 1 second. റെസ്റ്റോറന്റിൽ ഗസ്റ്റ് ഉണ്ട്. യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും. ഞാൻ പോയി പറഞ്ഞു വിടണോ? ഹേയ് നോ, ഞാൻ പോവാം. നല്ല കുട്ടികളല്ലേ സെറീനയും അമീറും. ദേ ആർ മൈ കിഡ്സ്. ഡാ അലിയപ്പൂ, കുളത്തിൽ കയറിപ്പെടാ. ആ സാമിയായിട്ട് മുക്കിക്കൊല്ലാതെ. ഇതിരിക്കട്ടെ, ഗുരുദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു. ഓ, എന്താ അമീർ നിന്റെ അനിയത്തി പറയുന്നത്? സത്യ, എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നാളെ രാത്രി അത് നടക്കും. എന്താ പറഞ്ഞ? അമീറിന്റെ അനിയത്തി? അങ്ങനെയായില്ലേ? ഇപ്പൊ സറീന അമീറിന് മാത്രം അനിയത്തിയായില്ലേ? ഏയ് അല്ല മോളെ, അറിയാതെ നാവിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. സാരല്ല, ഇക്കയും ഞങ്ങളെ മറന്നല്ലോ. അത് സങ്കട. യൂസഫ്ക്ക് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല. ചെയ്യും, എന്തും ചെയ്യും, മടിക്കില്ല. വാപ്പ മരിക്കും മുമ്പ് പറഞ്ഞിരുന്നു, യൂസഫ് നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് വേറൊരുക്ക കൂടിയുണ്ടെന്ന്. ചേടാ മോളെ, എന്താ ഇത്? നിനക്കറിയാലോ, ഞാനിപ്പോ എല്ലാം പതുക്കെ നിർത്തി നിർത്തി നാട്ടിൽ സെറ്റിൽഡായി വരിക. അതിനിടെ നിങ്ങളുടെ കാര്യം മറന്നു പോകുന്നുണ്ട്. അറിയാം, ക്ഷമിക്കേ. ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇന്ന് തന്നെ ദാമീർ വന്ന് പറഞ്ഞു ഇവിടെ എത്തിയെന്ന്. എന്റെ കല്യാണത്തിന് ഞാൻ തന്നെ നേരിട്ട് ക്ഷണിക്കാന്ന് വിചാരിച്ചു. വരില്ലേ? കല്യാണം യൂസഫ് ഖാൻ നടത്തുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ജീവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. സെറീന, എന്താ അമീർ, യൂസഫിന് ഭ്രാന്ത് പിടിച്ചോ? പണത്തിനോടുള്ള ഭ്രാന്ത. പണം ഉണ്ടാക്കാൻ പെങ്ങളെ അറബിക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ട. ഇക്കാക്ക് ഇതൊരു ബിസിനസ് കോൺട്രാക്ട് മാത്രം. ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീലുകൾ. 50 വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ 4ാം ഭാര്യയായിട്ട് പെങ്ങളെ പറഞ്ഞേക്കാം. സ്വന്തം പെങ്ങളാണ് ഇത് ചെയ്യോ? ഇത് വാപ്പയുടെ 2ാം കെട്ടിലല്ലേ. എന്ത് ചെയ്താലും ആരാ ചോദിക്കാൻ? ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ. പിസ്റ്റൾ എടുത്ത് ചൂണ്ടിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ എന്നോട്. ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോൾ പോകാൻ വയ്യ. വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട്. ആലം ഷാങ്കിളിന്റെ മകൻ ഫൈസൽ. അവനിപ്പോ MBBS കഴിഞ്ഞു. വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതൊന്നും വേണ്ടല്ലോ, ഇവക്കും അവന് ഇഷ്ടം. അവന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ ഫൈസലിന്റെ? അവന്റെ ഫാമിലി? യൂസഫ് ഖായെ അവർക്കും പേടിയാ. എങ്കിലും ഇവൾ ഇറങ്ങിച്ചെന്നാൽ അവനും അവന്റെ കുടുംബവും കൈ നീട്ടി സ്വീകരിക്കും. അതിനുള്ള ധൈര്യമൊക്കില്ലല്ലോ. ധൈര്യമിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുമില്ല. ഞങ്ങൾക്കിതെല്ലാം വന്ന് പറയാൻ മറ്റൊരാളില്ല. സെറീന, നീ തിരിച്ചു വയ്ക്കോ. അമീർ, അവളെ വിളിച്ചോണ്ട് പോ. എന്തെങ്കിലും ചെയ്യുവാൻ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. പ്രാർത്ഥിക്കും മോളെ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കേ. നിന്റെ കണ്ണീർ ഈശ്വരൻ കാണും. നിന്റെ പ്രാർത്ഥന കേൾക്കും. വയ്ക്കോ, ചെല്ല്. ഇന്ന് നമ്മൾ പോകുന്നില്ല. നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട്. അസ്സലാം വലൈക്കും. യൂസഫ്, എപ്പോ എത്തി? ഹോട്ടലിലോ? എവറിങ് ഓക്കെ? ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരിപ്പാ. ശരി. കാസർഗോഡ് ടീം എത്തിയോ? വെരി നൈസ്. വേഗം വരീന്ന്. आइए मजीद भाई, आइए. शुक्रिया. हराम പറഞ്ഞു. എന്താണ്ടി പന്നിന്റെ മോളെ എനക്ക്? എന്റെ ആരാണ്ടി മയ്യത്തായത്? എന്തിനാ കിടന്ന് മോങ്ങണ്? എണീച്ച് ഡ്രസ് ചെയ്യടി. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് കല്യാണം വേണ്ട. ഒന്നും കൂടെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിനെ കൊല്ലാൻ പോവാ? ആടാ,
അത് ചോദിക്കാൻ നീ ആരടാ? ഇനി അവൾ തുടരുത്. അതെന്നെ കൊന്നിട്ട് മതി. അതിന് എനിക്ക് മടിയില്ല. കണ്ടോ നിങ്ങളിത്? ഈ ചെകുത്ത എന്റെ പെങ്ങളെ. പോ പോ. എന്താ യൂസഫ് ഇതിന്റെയൊക്കെ അർത്ഥം? നിനക്ക് എന്ത് പറ്റി? നിന്നെ ആരടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇന്ന് സെറീനയുടെ നിക്കാഹല്ലേ, എനിക്ക് ക്ഷണം ഇത് ആവശ്യമില്ല. ഞാൻ നടന്ന നിക്കാഹാണ്. ഞാൻ ക്ഷണിച്ചവരെ എവിടെ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ ഇല്ല. നിനക്ക് പോകാം. പോവാം യൂസഫ്, എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈ. There's a call for you from Dubai. Give it. Hello, Yusuf here. Tell me. അച്ഛാ. ആ, എന്താ മോളെ, ഇക്കയുടെ പൊന്നുമോള് കരയല്ലേ? ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളിന്റെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ. എന്താ എന്താ പറഞ്ഞ? അതെ മോളെ, അതെ. അറക്കാറുഭാമാറ കുറുക്കായി ബുറാഹിം പോയി വരുമ്പോ പീടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അല്ലാ കാത്തോ നബി ഉല്ലാ. വേഗം ഡ്രസ് ചെയ്ത് എന്റെ സുന്ദരിക്കുട്ടി റെഡിയാവ്. നിന്റെ സുൽത്താൻ വരുന്നു. ജന്നത്തുൽ ഫിർദൗസും പൂശി കോട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു. റെഡിയാവ്. ഹലോ ഹലോ ഹലോ. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നതെന്നോ അറിയണോ? പറയാം. പടച്ചവൻ, നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയുന്ന കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു. അതേടാ, മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം, ലക്ഷക്കണക്കിന് ദിർഹംസ് കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ, ഒരു പാവം പെൺകുട്ടിയെ ബലി കൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കില്ല. ഇഷ്ട സെറീന അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും. ഞാൻ ഉസ്താദാണ് പറയുന്നത്. പരമേശ്വര, നിന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫ് ഇല്ല. നിന്റെ കയ്യിൽ ചില്ലറ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചെലവാകില്ല, എന്റെ അടുത്ത് ചെലവാകില്ല. സെറീനന്റെ നിക്കാഹും നിന്റെ കബറടക്കും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും. വേണമെങ്കിൽ ഇന്ന് രാത്രി. മുൻപിന് മാറിക്കടാ. ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും. മീറ്റ് സേതു ഈസ് ഡെഡ്ലി ആൻഡ് ഡേഞ്ചറസ്. മൈൻഡ് ഇറ്റ് യൂസഫ്, മൈൻഡ് ഇറ്റ്. كيف حالك؟ زين الحمد لله. الحمد لله. يا اخواني انا عارف لي نفر من واحد لي يجيك اكشن سفجاني. ايولي نفر واحد ديا السفج ما اسرع. والله اللي بين ديا هيب لي رجال بنفسي. يا السواج الليل هذا ما الف. رجع ايش لك؟ Hey mister, what's wrong with you? What's all this? What do you want? അല്ല, എന്താ പ്രശ്നം? നിങ്ങൾ ആരാ? മനസ്സിലായില്ല. അറബി കുറച്ച് നമുക്ക് മനസ്സിലാവും. നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞ പോലെ തോന്നി. പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിക്കാഹ് നടക്കില്ല എന്ന് പറഞ്ഞില്ല, നടക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട്. ഈ ചങ്ങാതിമാർ വന്ന പോലെ തിരിച്ചു പോകും. ഇതെന്താണിത്? ഗുണ്ടായിസോ? ഒരു കാഫർ വന്നിട്ടേ ഞമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട. ഈ മര്യാദ പുറത്തു പോ. കാഫറല്ല, കാഫിർ. കാഫിർ തനിക്ക് അതിന്റെ അർത്ഥം അറിയോ? സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ, അവനാണ് കാഫിർ. അത് താനാണ്. റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? വലാത്തുൻ കഹു അൽ ബിക്രു ഹത്താതു തഹസ്ന. അർത്ഥം പറയാം, കന്യകയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ്. അതേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ചമേരുത്, അടി വെച്ച് തരും ഞാൻ. എന്താ മക്കളെ, വണ്ടി കിട്ടുന്ന സ്പീഡിൽ തിരിച്ചു വിടുകയല്ലേ? വിട്ടോളി വായി, വിട്ടോളി. അർബാബ്, ഇതെന്താ തോന്നാത്താണിത്? ഇതെന്താണിത്? അല്ലാ എന്ന് വിളിക്കാൻ അറിയാം? ഓഹോ, ഈ നമ്മളെ പഠിപ്പിക്കാ? എന്തേ? വിളിക്കിഷ്ട? അല്ല. കറക്റ്റ് കറക്റ്റ്. അമീർ, ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുക. ഇവരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ ഫൈസലിന്റെ ഒപ്പയും ആൾക്കാരും വെയിറ്റ് ചെയ്യാം. പോയിക്കോളൂ, വൈകണ്ട. സ്വാമി കൂടെ ഉണ്ടാവും.
വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും സ്വാമി ചെയ്യും. താങ്ക് യു ഉസ്താദ്, താങ്ക് യു വെരി മച്ച്. ഇൻഷാ അല്ലാ. ഹലോ ഗുഡ് മോർണിംഗ് പപ്പ. ഏട്ടാ, ഇത് എവിടുന്നാ എത്തിയോ? ഏട്ടന്റെ പൊന്നുമോള് കണ്ണിറുക്കി അടച്ചിട്ട് ആ ബ്ലാങ്കറ്റ് മാറ്റ്. ഏട്ടാ, ഇന്ന് വിഷുവാണ്. ഉവ്വ്, നിനക്ക് കണി കാണണ്ടേ? എനിക്ക് ഏട്ടനെ കണ്ടാ മതി. പോരാ, അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ, 2 മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു, ഒരിക്കൽ മോപ്പടിയിൽ നിന്ന് വീണ് കാലുളുക്കി, അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു. വേണ്ട വേണ്ട, എന്റെ മോള് കണ്ണിറുക്കി അടച്ചിട്ട് കട്ടിലിൽ ഇറങ്ങി നടക്ക്. ഒന്നും കാണുന്നില്ല. മോളെ, നീ കണ്ണടച്ചിരിക്കയല്ലേ, പിന്നെ എങ്ങനെ കാണും? ആ, നേരെ നടക്ക്. ഇവിടെ എവിടെയോ ഒരു ഡോർ. അയ്യോ, ഇടിച്ചോ? വാതിൽ അടച്ചിരിക്കയല്ലേ, വാതിൽ തുറക്ക്. അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, തട്ടി വീഴല്ലേ. സാറ് എവിടെയായിരുന്നു ഈ 3 ദിവസം? ഞാന് കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യവൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു. ആ കാലിന്റെ മുട്ടിന്റെ വേദനയുടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. വാര്യര് വിട്ടില്ല, 2 ദിവസം അവിടെ പിടിച്ച് കിടത്തി. മീശ? മീശയോ? മീശ അല്ല പപ്പ, മേശ. മേശ, മേശ കാല് തട്ടാ നടക്ക്. ഞാൻ എവിടെയെങ്കിലും വീഴും. വീണ ഏട്ടനില്ലേ? ആ, നടന്നോളൂ. ഇനി ടേൺ ടു യുവർ ലെഫ്റ്റ്. ആ, ഇനി ഒരു 4 സ്റ്റെപ്പും കൂടെ. ആ, നിക്ക്. ഇനി കണ്ണു തുറന്നോ. എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ്, കുണ്ടും കുഴിയും. ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണുണ്ടല്ലോ, എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണേ. വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല. അത് കുറച്ചായി കേൾക്കണു. അങ്ങനെ ഇരിക്കുമ്പോ വാൻ എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എവിടേക്കാ ഏട്ടാ? ഒന്ന് കോയമ്പത്തൂർ വരെ. ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം. ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ? ബിസിനസ് ആവശ്യമല്ലേ പപ്പ, ഒഴിവാക്കാൻ പറ്റുമോ? ക്ഷമ പറയണ ഏട്ടന് കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. അത് രസമായിട്ടുണ്ട്. ആരേ ക്ഷമ? ഏട്ടനറിയാം, ഡോക്ടർ മാലതി മേനന്റെ മോള്. ഓ, മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് നടക്കണ കുട്ടി. ആ, അവള് തന്നെ. അവൾ ഏട്ടനിട്ടിരിക്കുന്ന പേരറിയോ? സർഫ് എക്സൽ. സർഫ് എക്സൽ അതെന്താ? ആ, ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെ അതിന് കാരണം. ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര. അത് രസമായിട്ടുണ്ട്. ഏട്ടാ, ആ മുട്ടിന്റെ വേദന മാറിയോ? 2 നാൾ അവിടെ കിടന്നു കൂട്ടിയതിന്റെ ഫലം കിട്ടിയിരിക്കണു. ഇപ്പൊ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ എന്താ വിശേഷം അത് പറയൂ. ഇവിടെ ഞങ്ങൾ റിഹേഴ്സലിന്റെ തിരക്കിലല്ലേ. ഓ, നിങ്ങള് ഡാൻസ് ഡാൻസ് ഡാൻസ്. ഏട്ടാ, ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറയ്ക്കല്ലേ. ഇത് ഒപ്പേറയാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞങ്ങളുടെ ഉത്സവ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോളൂ, ക്രിട്ടിക്സ് അങ്ങനെ പറയും. അത് തന്നെ പരമേശ്വരന്റെ അനിയത്തിയല്ലേ? എന്താ പറയാ, അതിന്റെ ഒരു ന്യൂക്ലിയസ്. അയ്യോ അല്ല, നന്ദൻ തന്നെയാണ് ഏട്ടാ. സ്ക്രിപ്റ്റ് എഴുതി, സോങ്സ് എഴുതി, കമ്പോസ് ചെയ്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത്, ശരിക്കും പറഞ്ഞ ദ പവർ ബിഹൈൻഡ്, ദ മാൻ ബിഹൈൻഡ്. നന്ദനെ ഏട്ടനൊന്ന് പരിചയപ്പെടണം. റിയൽ ജീനിയസ്. ഇതാരാ ഈ മഹാൻ? പപ്പ ഇങ്ങനെ ലോഭമില്ലാതെ പുകഴ്ത്തുന്ന കക്ഷി. പാവാണേട്ടാ. ഡാൻസ്,
മ്യൂസിക്, വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻസ്. Cut music. Cut music. No, 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 no. Sorry, Papa. You're repeating the same mistake again. സോറി നന്ദൻ. ദേ ഈ കൈയാണ് പ്രശ്നം. ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ മുകളിൽ വരണം. ഈ പോസ്റ്റർ ഇസ് ഇമ്പോർട്ടന്റ്. Okay. ഓക്കെ സാരമില്ല, ഒരു പ്രാവശ്യം നോക്കാം. ആ മ്യൂസിക് ഇട്. ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നെന്താ? ഉം. ശരി, ആ മൂവ്മെന്റ് ഒന്ന് കാണിക്കാം. ആ, കൈ എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സീ, ഈ കൈ should go up. ഇത് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതെ, ഇത് തന്നെ. ആ, വെരി ഗുഡ്. ഇനി ഫേസ്, ഈ ഒരു ആംഗിൾ, പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതെപ്പോഴും ഓർമ്മിക്കണം. കം. വാ. എടി പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദേവകിയമ്മ വിളി. ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോടി. ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ. അത് കുറെ സംഘടിപ്പിച്ച് തരട്ടെ. ബെസ്റ്റ് ഐഡിയ. ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക്. എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടന് ഇനി നിന്റെ പുറത്ത് കേട്ടോ. നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പൊസസീവായാലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു. നീ കൊട്ടും ആലവലാതി. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക്. ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ. റിയലി ഐ നീഡ് എ ഷവർ. ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത്. ഏട്ടൻ വന്നോ? വന്നോ. ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്താടി കിടന്ന് കൂവുന്നേ? എന്തോ കണ്ട് പേടിച്ച പോലെ. കണ്ടടി, സർഫിനി കാണാനൊന്നും ബാക്കിയില്ല. വട്ടോ പെണ്ണിന്. അത് ക്ഷമ. ഏട്ടനറിയില്ലേ? എന്തേട്ടാ? ക്ഷമയില്ല, ഒറ്റ ക്ഷമയില്ല. അത് അക്ഷമയാണ്. അക്ഷമ. വണ്ടി റിവേഴ്സ് ചെയ്തോ? റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു. തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി. വലിയ ഡയലോഗ് വേണ്ട. അത് എവിടെ തന്നെ ആയാന്ന്. നിങ്ങൾ ഓണും കൂടി അടിക്കാണ്ട് കയറി വന്നിട്ട് ഇപ്പോ ആരാ വക്കീലേ? ഇതാ പുതിയ പോലീസ് കമ്മീഷണറാ, വർഷാവർമ്മ. അവള് മഹാ അലമ്പ. കൊള്ളാ. വാ. തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കോളൂ. എന്താ പ്രശ്നം? സാർ, ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയൊരു ഐറ്റം. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്ത് പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷനാണ് ഈ താത്ത. എന്താ മാഡം? മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഏതാ? ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ. മാഡത്തിനറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന്. താൻ എന്നെ ന്യായ അന്യായം ഒന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റടോ. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ വാൻ പുറകോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയറില്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ. തന്നെ ഫുള്ളാക്കണോ?
മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Shut your dirty mouth. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നുണ്ട്, രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. വാക്കേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. You bloody beggar. അവള് കൊള്ളാം. മാരീഡാ? എന്താ നോക്കുന്നോ? മാരീഡ് ആണെങ്കിൽ നോക്കാം. എന്റെ ചക്ക വീണ് ചത്ത വല്ലിപ്പ എന്താ ഈ കാണണേ? തുടങ്ങി പരമേശ്വരൻ വെള്ളടി തുടങ്ങി. അല്ല എന്താ ഇത്, ചായയോ? ഛെ, വെറുതെ എന്നെ മോഹിപ്പിച്ചു. എന്താ കുഞ്ഞിപ്പാലു, ഞാൻ വെള്ളം അടിച്ച് കാണാൻ ഇത്ര താല്പര്യം? എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മമെടുത്ത ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര. തന്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാ മോനെ മാധവ, സർ, ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോഡക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ. ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സർ, റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല. അത്രക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ 1 ഔൺസ് ജീരകാരിഷ്ടവും 2 ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് ടാ മാധവ, വെള്ളം മതി, അത് കൊണ്ടുപോവാ. സർ, സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. സോഡ ഒഴിച്ച് തന്നെ വിഴുങ്ങ്. വെരി ഗുഡ്. അല്ല, ആ റോബിൻസൺ റോഡിലെ 70 സെന്റ് സ്ഥലവും അതിലുള്ള 2 നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ? താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലം കൊണ്ട് ആളാരായി മാറി. ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല, ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു. വെരി ഗുഡ്. 9 വർഷം മുമ്പ് മേലെപ്പാളയെ താറരിഞ്ഞാണോ 4 പാദസരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരറ്റത്തുനിന്ന് വിഴുങ്ങല്ലേ. ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി ഇന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ. എന്താ ചെയ്തതിന്റെ പേര്? മൊത്തം ഊറ്റ് ബാങ്കേഴ്സ്. അതാ സോഡ വന്നല്ലോ, മൊത്തം ഊറ്റ് കുടി. ബ്ലേഡ് മാത്രല്ല, ഗോൾഡ്, സ്വർണ്ണ കടത്ത്, അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. നീ എന്താടാ പറഞ്ഞത്? കോളിയോടങ്കിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ? ക്ലബിലെ നിയമമാണ് സർ, കുടിശ്ശിക തീർക്കാത്തവർക്ക് ഇനി സെർവ് ചെയ്യേണ്ടത്. കുടിശ്ശിക തീർക്കാനോ? ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ. ഈ നിയമം ഉണ്ടാക്കിയ ബാസ്തേനോട് ഗിരി തരും. എടോ ഗിരി, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ക്ലബ്ബാണ്, നിന്റെ വീടല്ല. അത് പറയാ, നീ ആരടാ? ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ. ഒരു പുളിച്ച സെക്രട്ടറി. ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത്? ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലേടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത്? നിനക്കൊരു മെമ്പർഷിപ്പിന് ആരടാ കൂടെ എന്നത്? സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടങ്കിരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ടുകൊണ്ട് ഇവൻ സെക്രട്ടറി ആയി 1 കൊല്ലം. അതിനിടയിൽ കോളിയോടങ്കിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി. അത് നേരാ. പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായടാ? സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത്? അത് വീരാൻകുട്ടി പറഞ്ഞത് ന്യായ. താനാകടോ? ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും, അയാൾ പറഞ്ഞുതരും. എടോ തൃശ്ശൂക്കാരാ, ഇവിടെ കിടന്ന ആളായല്ലേ? അതെന്താണോ തൃശ്ശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താ കറാച്ചിക്ക് അപ്പുറത്താ? മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും. നിന്നെ പിടിച്ച് പുറത്താക്കോ? കോളിയാളങ്കിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ വിളി. ഗിരി, കൂൾ ഡൗൺ. എന്താ ഗിരി, വീരാൻകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത്? പഴയ ബാലൻസ് ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം. അതല്ലേ വേണ്ടത്? ഗിരി ഇരിക്കെ. ആ ബില്ല് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു. ഞാനും വിടുന്നു. ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും. പൂച്ചിമണി, ചെണ്ടവാറപ്പൻ, കൂറ്റൻ ജോസ്, കുമ്പിടി, മച്ചിങ്ങപ്പൈലി, കോമാങ്ങമോറൻ, കുഴിനേന്ദ്രൻ, പാട്ടത്തിൽ തോമ, സായി പന്തോണി, അവരൊക്കെ അവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ? കൊണ്ടുവാ. എന്താ വിളിച്ചേ? വാ ഉസ്താദ് വാ.
ജാക്കിർ ഹുസൈൻ സ്റ്റൈലിലല്ലേ ഫിനിഷ് ചെയ്തത്. കൈ വഴങ്ങുന്നില്ല മോളെ. എത്ര നാൾ കൂടിയത്? ആ ക്ഷമയുടെ മുന്നിൽ വെച്ച് ഒരു ദിവസം ഇതുപോലെ തബല വായിക്കണം. അവള് പറയാ ഏട്ടന് ചെണ്ടയാ കൂടുതൽ മാച്ച് എന്ന്. ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ, ചെണ്ട കുട്ടിക്കാം അവളെ കൊണ്ട്. ഒരു വിസിറ്റർ ഉണ്ട്. ആരാ? കോളിയോടും ശേഖരൻ മുതലാളി. എന്താണാവോ? സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ? അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റ് ചെയ്തേക്കരുത്. കിട്ടില്ല, തരാൻ മാർഗവുമില്ല. സ്ഥിതി അത്രയും എന്തായാലും കാണാം. അയ്യോ, ഇരിക്കൂ. എന്താ ശേഖരൻ മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ. പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ, ഇളയ മകൻ. ഇരിക്കൂ. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ ഉടനെ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്ന് കൊണ്ടു. കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു ഒന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ. വരേണ്ടത് ഞാനാ, ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരിയുണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ, എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല. ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട്. 1 ഏക്കർ കഷ്ടിയുള്ളത്. ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണാ. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തു ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയാണോ സാറ് പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? ആ, അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16 നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടൻ ഗിരി, പാറക്കോടൻ രായൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? വെറുതെ പറഞ്ഞിട്ട്. ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങാം. ഞാനിപ്പോ കുറച്ച് ടൈറ്റ് ആണ്. ആ. ബിസിനസ് ഒക്കെ ഡല്ല, അറിയാലോ. പൊതുവേ പണം ആരും ഇറക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. ആ. അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. അതെ, അതെ. ആ, നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത്. അതൊന്നുമല്ല, നന്ദിന നന്നായി പെർഫോം ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അച്ഛൻ വിളിക്കുന്നു. ശരി, വരട്ടെ. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ. ആ. രാജി, എടി രാജി, എടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടോ. എന്റെ പേഴ്സണൽ അഫയേഴ്സിൽ ഒരാളെ ഞാൻ ഇൻവോൾവ് ചെയ്യിക്കില്ല. അതെന്റെ ഭർത്താവായാലും അച്ഛനായാലും കണക്കാ. എന്താ അംബിക ഇത്? എന്താ ഉണ്ടായേ? അച്ഛൻ മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കണുണ്ടോ? ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാടി നടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കുമെന്ന് ഒരുത്തെ ചെരുപ്പൂരി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും. അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം 4ാം കിട നാത്തൂൻ പോര്. മറുപക്ഷ തനക്കൊന്നുമില്ലല്ലോ. നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർ മാറി കിടക്കപ്പായെന്ന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടി ആയിരുന്നു. യങ് ബിസിനസ് മാഗ്നറ്റ്സിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ.
അംബിക ചേച്ചി ഗൾഫിൽ നിൽക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛന്. വയ്യ ഇതിനകത്ത്. എത്ര ചെവി കൊട്ടിയടിച്ചിട്ടും കേട്ടു പോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കാനുള്ള ചളിപ്പുകൊണ്ട് മിണ്ടാതിരിക്കുക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല. നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണം ആർക്കെങ്കിലും. അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല, അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തന്മാർ എന്റെ അടുത്ത് ഡേർട്ടി ജോക്സുമായി വരുന്നത്. ഈ നരകത്തിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ. വിറ്റുപിടിച്ചതല്ലേ?